സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യോനിസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും എന്റെ വന്ദനത്തെ ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. പ്രമാണമായി നമുക്ക് ദൈവവചനം പഠിപ്പാൻ ദൈവം നൽകുന്ന ഈ വിലപ്പെട്ട അവസരമോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയിട്ടു. ഞാൻ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കൊരർത്ഥത്തിൽ വലിയ സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായി. എന്നാൽ മറ്റു ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് വലിയ പ്രയാസവും തോന്നാറുണ്ട്. അത് പ്രയാസം തോന്നുന്ന ക്ലാസ്സിന്റെ കാര്യം ഓർത്തിട്ടല്ല, ക്ലാസ്സിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷമുള്ളത്. എന്നാൽ ഞാൻ ഈ നാളുകളിലൊക്കെ ഈ വചന ശുശ്രൂഷ എന്ന പേരിൽ നടത്തുന്ന പ്രകടനം എന്ന് പറഞ്ഞാൽ അത് അവഹേളനമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം, വചന ശുശ്രൂഷ ഒരിടത്തും കാണാനില്ല എന്നുള്ളത് ഒരു സത്യം. രണ്ട്, വചനം എന്താണെന്നോ വചനത്തിന്റെ പൊരുൾ എന്താണെന്നോ അറിയാൻ വയ്യാതെയുള്ള കസർത്ത്. വചന ശുശ്രൂഷ സമയത്ത് വരുന്ന ജനത്തിനൊരു സുഖം കിട്ടത്തക്ക നിലയിൽ അവരെ ഒന്ന് തലോടി അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് സുഖിപ്പിച്ച് വിടാനൊരിടമായി ആത്മീക കൂട്ടങ്ങൾ മാറുന്നു എന്നുള്ളത് മനസ്സിൽ വലിയ പ്രയാസം നൽകുന്ന ഒരു കാര്യം. ഈ പ്രസംഗ മത്സരം നടക്കുന്ന ഒരിടത്തും നിത്യത എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. അങ്ങനെ സംഗതി ഉള്ളതായിട്ടും തന്നെ ആരും അംഗീകരിക്കുന്നില്ല. അത് പോട്ടെ. രണ്ട്, വിശുദ്ധി, വേർപാട്, മാനസാന്തരം എന്നിത്യാദി വിശുദ്ധ തിരുവെഴുത്ത അതീവ ഗൗരവം നൽകുന്ന ഒരു വിഷയത്തെക്കുറിച്ചും ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരൊറ്റ മീറ്റിങ്ങിലും ഒരൊറ്റ പ്രസംഗകരും പറയുന്നില്ല എന്നുള്ളത് എൻ്റെ മനസ്സ് വലിയ വേദന ഉളവാക്കി. കേൾക്കുന്നവർക്കൊരു സുഖം കിട്ടുന്ന നിലയിൽ സന്ദേശങ്ങൾ കൈമാറുന്ന ഇടങ്ങളായി നമ്മുടെ ആത്മീക കൂടുകൾ ഒരിക്കലും അധപ്പതിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കുറെ വിഷയമായിട്ടാ വരുന്നത്. അതിന് സുഖം കിട്ടുന്ന കുറെ ദൂത് കേൾക്കുമ്പം ദൈവം എന്നോട് ഇടപെട്ടെന്ന് പറഞ്ഞ് പോവുക. നമുക്ക് ഭാരം ഉണ്ടെങ്കിൽ ദൈവം സംസാരിക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ അതിന് പേര് വഴക്കൊന്നും ഉണ്ടാക്കരുത്. നമ്മുടെ കാര്യമല്ല നമ്മൾ കേൾക്കാൻ പോയിരിക്കുന്നത്. ദൈവത്തിന് എന്താണോ നമ്മളോട് പറയാനുള്ളത് അത് കേൾക്കാനല്ലേ ചെന്നിരിക്കുന്നേ. നമ്മളോട് എന്തൊക്കെയോ ദൈവത്തിന് കൈമാറ്റം ചെയ്യാനും നമ്മോട് അറിയിക്കാനുണ്ട്. അത് കേൾക്കാനാ നമ്മൾ ദൈവത്തിന് ചെല്ലുന്നേ. ഇല്ല, നമ്മുടെ കാര്യങ്ങൾക്ക് കുറെ ഏതാണ്ടെല്ലാം വിഷയമുണ്ട്. അതിന്റെ മേലെ എന്താണ് ദൈവശബ്ദം? നോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവം പറഞ്ഞോളൂ. നമ്മളെപ്പോലെ പറയാൻ മറന്നു പോകുന്ന ആളോ അത് വിട്ടുപോയെന്ന് പറയാൻ മാത്രമൊന്നും ആ നല്ല ആളായിട്ട് ദൈവത്തെ ദയവായി നിങ്ങൾ കാണരുത്. നമ്മൾ അങ്ങോട്ട് കടന്ന് നിലവിളിച്ച് കരഞ്ഞാൽ മാത്രമേ നമ്മളോട് സംസാരിക്കൂ. നോ, അങ്ങനെയൊന്നുമല്ല. നമ്മളോട് വല്ലതും പറയാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. മൗനം പാലിക്കുകയാണോ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? അങ്ങനെ വരുമ്പോൾ നാം പ്രാപിക്കേണ്ട ആത്മീക പക്വത, ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന തലയോളം വളരണമെന്നുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന മെഷർമെന്റിലേക്ക് നമുക്ക് വരാൻ കഴിയാതെ പോയാൽ അവിടാണ് പ്രശ്നം. ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടില്ലേ, നമ്മളിവിടെ എല്ലാം ട്രെയിൻ ചെയ്ത് പാകമാക്കുന്നതിന്റെ പിൻപിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. അതൊന്നും അറിയാതെയാണ് നമ്മൾ ഈ പലതും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ഇങ്ങനെ ഒട്ടും പാടി നടന്നേച്ച് ആളം കേൾക്കുമ്പോൾ പോയി അവിടെ ചെന്നിങ്ങനെ ഏതാണ്ടെല്ലാം കാണിച്ച് ജീവിക്കുക എന്നുള്ള ചിന്തഗതി ഉണ്ടെങ്കിൽ തെറ്റിപ്പോയി. നമുക്കിവിടെ ഉള്ളതിന്റെ 3 ഇരട്ടി ജോലിയാണ് അങ്ങ് ചെന്ന് കഴിഞ്ഞുള്ളത്. അതിനുവേണ്ടി നമ്മെ പ്രാപ്തമാക്കുന്ന ട്രെയിനിങ് ആണ് ഇപ്പോൾ ഇവിടെ വെച്ച് തരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഉഴപ്പരുന്ന് പറയാൻ കാര്യം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഒരു ട്രേഡും പഠിക്കാതെ ഗൾഫിലേക്ക് പോയി വട്ടം കറങ്ങിച്ച് തിരിച്ചു പോരാൻ ടിക്കറ്റ് പോലാതെ വട്ടം കറക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ?
അതുപോലത്തെ ഗതികേട് ഉണ്ടാകാതിരിക്കാൻ നല്ല പ്രാക്ടിക്കൽ ലൈഫ്, തിരുവെഴുത്ത് എന്തു പറയുന്നു അതിനനുസരിച്ചുള്ള ജീവിതചര്യ നാം ഉണ്ടാക്കിയെടുത്ത് അതിനനുസരിച്ച് നമ്മുടെ ആത്മജീവിതം പണിതെടുത്ത് അതിൻ പ്രകാരം ദൈവപ്രസാദമുള്ള ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ ബാക്കി റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ദൈവം കൈമാറ്റം ചെയ്യുകയുള്ളൂ. അവിടെ ചെന്നിട്ട് നമ്മളിലൂടെ മാത്രം നടക്കേണ്ട റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹൈറാർക്കീസ് ഒരുപാടുണ്ട്. അല്ല, നമ്മളിവിടെ കിടന്ന് 2 സെന്റിമീറ്റർ തലകുത്തി മറിയല്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മെ ഏൽപ്പിക്കാൻ വെച്ചിരിക്കുന്ന ദൗത്യം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ഞാൻ എന്തിനാ ഈ വിശ്വാസത്തിന്റെ യാത്ര പഠിപ്പിക്കുന്ന ക്ലാസ്സിനിടയിൽ ഏറി പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതാ ഇന്നവിറ്റബിൾ ആയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ദയവായി ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് നമ്മുടെ വിചാരം, നിങ്ങൾ ഒന്നാമത് നമ്മൾ ഈ സ്വർഗത്തിൽ പോകാനിരിക്കുന്നുള്ള ചിന്ത വിടണം. നമ്മുടെ ലക്ഷ്യം കേവലം സ്വർഗമല്ല, ഇറ്റേണിറ്റി, നിത്യതയാണ്. സ്വർഗം സൃഷ്ടിക്കപ്പെട്ട ഒരിടമാ. ശരിയാണല്ലോ? യെസ്. ദൈവത്തിനെ തന്നെ താൻ വെളിപ്പെടുത്തുവാൻ ദൈവം സൃഷ്ടിച്ചൊരിടമാണ് സ്വർഗം. അവിടെ പോരെന്നല്ല പറയുന്നത്, നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോകണം. പക്ഷെ നമ്മുടെ ലക്ഷ്യം, ഗോൾ എന്ന് പറഞ്ഞ കേവലം സ്വർഗമല്ല, അതിന്റെ അപ്പുറം ഇറ്റേണിറ്റി, നിത്യതയല്ലേ. സ്തോത്രം. അവിടെ നമ്മൾ ചെലവഴിക്കാനിരിക്കുന്നത്. അതെവിടാ നമ്മൾ അനുഭവിക്കുന്നുള്ളത്? ഭൂമിയിലാണ്, സ്വർഗത്തിലുള്ള രണ്ടാമത്തെ കാര്യം. അതൊക്കെ ആ വിഷയം പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഇക്കാലത്ത് വെറുതെ കിട്ടുന്ന ഈ എന്താ പറയാ, ഈ നേഴ്സറി ലെവലുള്ള സബ്ജക്റ്റിന്റെ പുറകെ നിങ്ങൾ ഓടി ദയവായി നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ ആത്മീയത നശിപ്പിക്കരുത്. ഓരോ ദിവസവും നേരെ വചനവിരുദ്ധമായ ട്രെൻഡുകളൊക്കെ ഇറങ്ങുന്ന കാണുമ്പോഴുള്ള മനപ്രയാസം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞത്. സങ്കടം തോന്നുന്നു, അതുകൊണ്ടാ. പോട്ടെ, എൻ്റെ ഉള്ളിലെ മനപ്രയാസം നിങ്ങളോടല്ല, ഞാൻ ആരോടാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ദയവേത് നമുക്ക് പിന്നെ ഒന്നാമത് നമ്മളൊരു സ്മൂത്ത് റണ്ണിങ്ങിന് ഇറങ്ങിയവരല്ലല്ലോ, ആണോ? ഒന്നുമല്ല. ഇതൊക്കെ ഇതിനകത്തുണ്ട്. ലേഖം കഷ്ടങ്ങളോടെ നമുക്ക് ദൈവരാജ്യത്തെ പ്രവേശിക്കണ്ടേ. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് കാണും. നിങ്ങൾ അതിന്റെ പരിഹാരം നോക്കാതെ നമ്മളെ വിളിച്ചത് എന്തിനാ, നമ്മുടെ ഓട്ടം എന്താ, നമ്മുടെ ഉത്തരവാദിത്വം എന്താ, അതൊക്കെയാ നോക്കേണ്ടത്. സ്തോത്രം. ബാക്കിയൊക്കെ തമ്പുരാൻ ചെയ്തോളൂ. അതുകൊണ്ട് ഈ നമുക്ക് ഈ ഈസി ആയിട്ട് കിട്ടുന്ന ഷോർട്ട് കട്ട് തേടിപ്പോയി മറ്റു പലതിന് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മനപ്രയാസം വന്നൊരു കാര്യമാണ് വേർപാട് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. അയ്യോ, അങ്ങനെ കാര്യമേ കേൾക്കാനില്ല. വേർപാട് പാലിക്കണം. എവിടുന്നൊക്കെ ഏതൊക്കെ നിലയിൽ വേർപാട് പാലിക്കണം. നമുക്ക് ഒരു വകുപ്പ് അറിഞ്ഞുകൂടാ. നമ്മൾ അതിന് പകരമായി ഏതെല്ലാം നിലയിൽ ലോകത്തോട് ഏകീഭവിക്കാമോ, ഏതെല്ലാം തരത്തിൽ ലോകത്തിന്റെ സ്റ്റൈലിലേക്ക് ഇറങ്ങിച്ചെല്ലാമോ, ആ നിലയിലേക്ക് ദൈവസഭ ഇറങ്ങിപ്പോകുന്ന ഒരു തരത്തിലേക്ക് ആത്മമണ്ഡലം ഏതാണ്ട് മൊത്തത്തിൽ കൂപ്പുകുത്തുന്ന ഒരനുഭവത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുവിലാണ് നമ്മൾ നമ്മുടെ ജീവിതം വളരെ ഭക്തിയോടെ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിന്റെ ഗൗരവം നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ ഈ പറയാൻ കാരണം, അവിടെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവരൊക്കെ ദയവായി നമുക്കൊരു സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ നിലവാരം വിട്ടുകളയാതെ ഈ എന്ത് തിന്നും എന്ത് കുടിക്കും നാളത്തെ കാര്യം എന്നിത്യാദി കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവം തരും. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, നമുക്കിതെല്ലാം കിട്ടിയിട്ട് ദൈവത്തിന് എന്നാ ഗുണം? ചോദിക്കുന്നെല്ലാം നമുക്ക് തമ്പുരാൻ തരുന്നു. നമുക്ക് ദൈവത്തിന് എന്ത് ഗുണം ഉണ്ടാകാറുള്ളത്? നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലല്ലേ. ചോദിക്കുന്നെല്ലാം പിള്ളേരെന്ത് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കും. നല്ല തന്നെ. നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലേ? അതോ ഇല്ലേ? നിങ്ങളെ ഉത്തരവാദിത്തം എന്ത് ചോദിച്ചാലും കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചു കൊടുത്ത് ചോദിക്കുന്നെല്ലാം കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് വരുമ്പം നിങ്ങൾക്ക് അവരിന് ഒരു പ്രതീക്ഷയില്ലേ? അങ്ങനെയാണോ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം തരുന്ന സ്വർഗത്തിലെ അപ്പന് നമ്മളെ കുറിച്ച് വല്ല പ്രതീക്ഷ ഉണ്ടോ? അതെല്ലാം മേടിച്ച് സൂക്ഷിച്ച് നമ്മൾ ഇങ്ങനെ തന്നെ പാടി നടക്കാന്നുള്ളതാണോ? നമുക്ക് ഓരോന്നും ദൈവം തരുന്നുണ്ടെങ്കിൽ ആ തരുന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇതുകൊണ്ട് അവൻ എങ്ങനെ എനിക്ക് പ്രയോജനപ്പെടും? നൽകിയ വാഹനം കൊണ്ടും വീട് കൊണ്ടും ജോലി കൊണ്ടും പണം കൊണ്ടും ചുറ്റുപാട് കൊണ്ടും ഇവൻ എങ്ങനെ എനിക്ക് പ്രയോജനപ്പെടുന്നു?
ദാറ്റ് ഈസ് വാട്ട് ഗോഡ്സ് എക്സ്പെക്ടേഷൻ. അതാണ് ദൈവത്തിന്റെ പ്രതീക്ഷ. ഇല്ല, നമ്മൾ ഇഷ്ടം ഞങ്ങളുടെ വെച്ച് ഇതെല്ലാം സാങ്ഷൻ ആക്കി തന്നെന്ന് പറഞ്ഞ് മത്സരിച്ചാൽ കാര്യം നടക്കുകയില്ല. തരും. നമ്മളത് പ്രാപിക്കുന്നതിലൂടെ ദൈവത്തിന് എന്താണ് പ്രയോജനം? ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, എനിക്കൊരു മകനെ തരണം. ദൈവം കൊടുത്തു. കൊടുത്തപ്പോൾ ദൈവത്തിന്റെ പ്രതീക്ഷ എന്താണെന്ന് അറിഞ്ഞ ഹന്ന അതനുസരിച്ച് ചെയ്തു. ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായി ശമൂവേലിനെ തിരിച്ചങ്ങോട്ട് കൊടുത്തു. പറ്റുമോ? കുത്തിന്ന് പ്രാർത്ഥിച്ച് മേടിച്ചെന്നല്ലേ പറഞ്ഞേ? അതുകൊണ്ട് ദൈവത്തിന് എന്താ ഗുണമുണ്ടായേ? പ്രാർത്ഥിച്ചു വാങ്ങിച്ചത് കൊണ്ടൊക്കെ തിരികെ ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? ശമൂവേലിനെ നോക്ക്, ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ. കണ്ടോ? പ്രാർത്ഥിച്ച് മേടിച്ചതാ. നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചതോ? തിരികെ ദൈവത്തിന് എന്ത് ഗുണമുണ്ടായെന്ന് എന്റെ ചോദ്യം. അത് വീടായാലും ജോലിയായാലും ശമ്പളമായാലും പ്രൊമോഷനായാലും ചുറ്റുപാടായാലും പദവികളായാലും ആരോഗ്യമായാലും എന്തുമായിക്കൊള്ളട്ടെ, അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? ദൈവരാജ്യത്തിന് എന്ത് പ്രയോജനമുണ്ടായി? ദൈവസഭയ്ക്ക് എന്ത് പ്രയോജനമുണ്ടായി? ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ചിന്തിക്കാറുണ്ടോ അതിനെ കുറിച്ച്? എന്നിട്ട് നമ്മുടെ ലിസ്റ്റ് ഏതാണ്ട് തീർന്നോ? ഡയറിക്കകത്ത് ഇപ്പോഴും കിടക്കുകയല്ലേ ലിസ്റ്റ്? സ്തോത്രം. എല്ലാവരുടെ മുഖം പാടിയല്ലേ? പുള്ളി എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കയറാത്ത? ഇന്ന് കയറുന്നില്ല, ഇങ്ങനെ കയറുന്നുള്ളൂ. എന്റെ മനസ്സ് അതുപോലെ മനപ്രയാസം തോന്നുന്നുണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓരോ നല്ല ദാനങ്ങളും നാം പ്രാപിക്കുമ്പോൾ, ആ ദാനങ്ങൾ തരുന്ന കൃപാവരങ്ങൾ ദൈവസഭയ്ക്ക് കൊടുക്കുമ്പോൾ അത് തിരികെ ദൈവത്തിന് പ്രയോജനപ്പെടാൻ ഉദ്ദേശത്തിലല്ലേ നമുക്ക് കൃപയും കൃപാവരങ്ങളും ഒക്കെ തന്നത്? എന്നതുപോലെ എവ്രിതിങ്, സകലത്തിന്റെ മേലും ദൈവത്തിന് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയണം. ആത്മീയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമാണ് കേട്ടോ. ഇല്ല, അംബാനിയിൽ നിന്നും ദൈവമൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഉണ്ടോ? ടാറ്റാരുടെയും പിള്ളേരുടെയും കയ്യിൽ നിന്ന് തമ്പുരാൻ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ കുടിലിൽ പാർക്കുന്ന നിന്നെ കുറിച്ച് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. അവിടെ ആ കുഴപ്പം. ഇല്ല, ഞാൻ 2 കോടികളുടെ ആസ്തി ഉദ്ദേശിച്ചല്ല ഈ പറഞ്ഞത്. നമുക്ക് എന്തൊക്കെയുണ്ടോ അതെങ്ങനെയെല്ലാം തിരികെ ദൈവത്തിന് പ്രയോജനപ്പെടുന്നു. ഒരു കൊച്ചു കുടിലല്ലേ അബ്രഹാം താമസിച്ച? കൂടാരത്തിൽ. അത് മതി. പക്ഷെ ദൂതന്മാരുടെ സന്ദർശനത്തിൽ യാതൊരു കുറവില്ലായിരുന്നു. 24 hours ഓപ്പൺ ആയിരുന്നു. അതുണ്ടോ എന്നാ എന്റെ ചോദ്യം. ഇല്ല, ബംഗ്ലാവ് വെക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തേനെ. ഞാൻ ചോദിക്കട്ടെ, കൂടാരത്തിൽ പാർത്ത അബ്രഹാമിന്റെ വീട്ടിൽ തന്നെ 312 അഭ്യാസികൾ, ദാസിദാസന്മാർ എല്ലാം കൂടെ എവിടെ കിടക്കും? കുഴഞ്ഞോ? ഞങ്ങളുടെ വീട്ടിൽ യോഗം വെക്കാൻ താല്പര്യം ഇല്ലാണ്ടിരുന്നേ, എല്ലാം കൂടെ വന്നാണ് ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ യോഗം മാറ്റിന്നേ ഉള്ളൂ. നമ്മൾ പറയല്ലേ, ഹോളിലാകുമ്പോൾ സൗകര്യം ഉണ്ടല്ലോ, പറയാറില്ലേ? ഉണ്ട്. പൊതുവെ കണ്ടുവന്ന ട്രെൻഡാ. ഞാൻ ആരും കുറ്റപ്പെടുത്തലുണ്ട്, അങ്ങനെ ചിന്തിക്കല്ലേ. ഞാൻ റിയാലിറ്റി പറഞ്ഞതേ ഉള്ളൂ. നമുക്കുള്ളതെല്ലാം ദൈവത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസത്തിന്റെ യാത്ര പഠിക്കുമ്പം ഇതും അതിനകത്തുള്ളതാ. അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതൊന്നും പുള്ളി സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തുമില്ല, ഒന്നും തന്റെ പേരിലാക്കിയുമില്ല. ഉള്ളതെല്ലാം ദൈവത്തിനും ദൈവനാമത്തിനു വേണ്ടി മാത്രം. അതുകൊണ്ടല്ലേ ഭാര്യ മരിച്ചപ്പോ അടക്കാൻ ഒരു ചവക്കോട്ട പോലും ഇല്ലാതെ. സ്തോത്രം. നമ്മുടെ ഇടയിൽ വർഷങ്ങൾക്ക് മുമ്പേ കല്ലറെല്ലാം കെട്ടിയിട്ട ആൾക്കാർ ഇരിക്കുന്നത്. ബഹുഭൂരിപക്ഷം സഭയിൽ അടി ഉണ്ടാകുന്ന ചവക്കോട്ടയുടെ കാര്യത്തില്ല. ചവക്കോട്ട വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, അതൊക്കെ വേണം. ഇത് വളരെ എസെൻഷ്യൽ ആണ്. നമ്മളത് ക്രമീകരിച്ച് നോക്കൂ. അത് വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷെ നമ്മുടെ എല്ലാം ഫോക്കസ് മാറിപ്പോകുന്നു എന്നുള്ള എന്റെ വിഷയം. ഞാൻ മടങ്ങി വരുന്നു. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇസ്ഹാക്കിന്റെ നല്ല ചില ക്യാരക്ടർ പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത്.
25-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. 8-9 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇസഹാക്കിന്റെ സ്വഭാവ സവിശേഷത എടുത്തവരുന്ന് വായിക്കാമോ? ഉൽപ്പത്തി 25:8. ഉൽപ്പത്തി 25:8-9. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു. തന്റെ ജനത്തോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഇസ്ഹാക്കും ഇസ്മയിലും കൂടി മമ്രയ്ക്കരികെ സോഹരിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. മതി. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു. നിങ്ങൾ ആ പദങ്ങളൊന്നും കളയല്ലേ. ആത്മീയന്റെ മരണം സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഒരു മെഡിക്കൽ ഡോക്ടർ ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഇരിക്കും ഇന്നത്തെ കാലത്ത്? അത് അതിനേക്കാൾ സ്റ്റാൻഡേർഡായി പരിശുദ്ധാത്മ കൊടുത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് അതൊന്നും കേട്ടൊരു സന്തോഷം തോന്നില്ലെന്ന് തോന്നുന്നില്ലേ? സ്തോത്രം. ചാവൂന്ന് പേടിച്ചാണ്. ശ്രദ്ധിക്കണേ. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി വാർദ്ധക്യത്തിൽ നല്ല നല്ല വാർദ്ധക്യത്തിൽ അടുത്തത് പ്രാണനെ വിട്ടു മരിച്ചു. നിങ്ങൾക്ക് വായിക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ടോ? അടുത്തത് തൻ്റെ ജനത്തോട് ചേർന്നു. കുഴിച്ചിട്ടൊന്നുമല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു. തൻ്റെ ജനത്തോട് ചേർന്നു. ആ 8-ാമത്തെ വാക്യത്തിന്റെ സ്ട്രക്ചർ വളരെ ഏതൊരു ദൈവവൈതലും നിശ്ചയമായും ഉൾക്കൊള്ളേണ്ട. ഞാൻ പറഞ്ഞില്ല, ഒരു ഡോക്ടർ ഒരു ഡെത്ത് എങ്ങനെ സർട്ടിഫൈ ചെയ്യുമോ അതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള 8-ാമത്തെ വാക്യം എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ ഒരു വാക്യമാണത്. ആ അബ്രഹാമിനെ കുറിച്ചുള്ള ആ ഒരൊറ്റ വാക്യത്തിനകത്ത് അബ്രഹാം ആരായിരുന്നുള്ള മുഴുവൻ കാര്യത്ത് പരിശുദ്ധാത്മ ഉല്ലേഖനം ചെയ്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ ഒക്കത്തില്ല. കണ്ടോ? ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്നറിയാമോ? അബ്രഹാമിന്റെ മരണം ഞാൻ അത് പറയാനല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ആ വാക്യത്തിന്റെ ആ ബ്യൂട്ടി ഓർത്തപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഭയങ്കര സ്പീഡിൽ അങ്ങ് വായിച്ചു പോകാതെ ആ ഓരോ വാക്യം ഒന്ന് ടച്ച് ചെയ്ത് പതുക്കെ അത് ഹൃദയത്തിൽ തൊട്ട് വാക്യങ്ങൾ വായിച്ചു പോയാലേ ഇതൊക്കെ നമ്മുടെ ഉള്ളത്തിൽ ടച്ച് ചെയ്തെത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വാക്യം വായിച്ചു അതിനപ്പുറത്തേക്ക് ഒന്നും തോന്നത്തില്ല. നിങ്ങൾ തിരുവഴുത്തിന് ഒരിക്കലും ലാഘവ ബുദ്ധിയോടെ വായിച്ച് വിടരുത്. ഞാൻ മടങ്ങി വരിക. ഓക്കെ, അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചിട്ട് ഞാൻ പറയാമേ. അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും കൂടി മമ്രയ്ക്കരികെ സോഹറിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. സ്തോത്രം. അവിടെ ഒരു പദം ഞാൻ ഒന്നുകൂടെ പറയാണ്. വാക്യം എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടല്ല, നിങ്ങളും വായിച്ചിട്ടുണ്ട്. ഇത് അകത്തോടെ നന്നായിട്ടൊന്ന് പഠിക്കാൻ ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണത്? അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും കൂടി അടക്കം ചെയ്ത് ആരൊക്കെ ചേർന്നെന്നറിയാമോ? ഇസഹാക്കും ഇസ്മായേലും അവന്റെ പുത്രന്മാരായ. എനിക്ക് ആ പ്രയോഗമൊക്കെയാ അത്ഭുതം തോന്നുന്നത്. കണ്ടോ? അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും. ഞാൻ പറഞ്ഞില്ലേ, ഇസ്മായേല് ഇസ്ഹാക്കിനോട് ഇത് ദ്രോഹം. നിങ്ങൾ ഈ പുസ്തകം വായിക്കാൻ വളരെ വ്യക്തമായിട്ട് കിട്ടിയ ആർക്കും ഒരു കയ്യും കണക്കുമില്ല. രണ്ടുപേരും 2 കൊമ്പലാണ്. പക്ഷെ അപ്പം മരിച്ചപ്പോൾ സകല വൈരാഗ്യവും മറന്നു. ഇസഹാക്ക് എന്ന് ഇസ്മായേലിനെ കൂട്ടിക്കൊണ്ടു വന്നു അല്ലേ? ചേട്ടനായിട്ട് തന്നെ കണ്ടു. വരാൻ പറഞ്ഞു. അച്ചാച്ചനും കൂടെ വന്നെങ്കിലേ കാര്യങ്ങൾ ഭംഗിയാകത്തുള്ളൂ. ഇസ്മായിൽ അന്തം വിട്ടു നിൽക്കുക. കാരണം ഇസ്ഹാക്ക് വന്ന് വിളിക്കുമെന്ന് ഇസ്മായിൽ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. കണ്ടോ? ചാച്ച അപ്പച്ചൻ മരിച്ചു, ചാച്ചനോടെ വന്നു വീണ
മൂത്ത മകന് നിന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യണം. എന്നാൽ അവളെ ഞാനും ചെയ്യാം, അച്ചാച്ചൻ വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ എന്ന് ചെന്ന് പറഞ്ഞപ്പോൾ ഇസ്മയിലും വന്നു അപ്പനെ അടക്കം ചെയ്യാൻ. ആരെങ്കിലും പറഞ്ഞിട്ടോ ഫേസ്ബുക്കിനകത്ത് കണ്ടിട്ടോ വരാമെന്നല്ല, അങ്ങനെ വന്നതുമല്ല ഇസ്മയിൽ. ഇസ്ഹാക്ക് ചെന്ന് വിളിച്ചു. നമ്മളാണ് പറഞ്ഞു, ഞാൻ പറയത്തുമില്ല, ഞാൻ ചെന്ന് വിളിക്കത്തുമില്ല. ആരെങ്കിലും പറഞ്ഞ് വരികയാണെങ്കിൽ വന്നോട്ടെ, പക്ഷേ എന്റെ അപ്പന്റെ കാര്യം ചെയ്യാൻ എനിക്കറിയാം, ഞാൻ അവനെ അടുപ്പിക്കത്തില്ല. അതാ നമ്മുടെ ക്യാരക്ടർ. എന്റെ അപ്പന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ മക്മേല ഗുഹ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചോളാം, ഞാൻ അവിടെ കൊണ്ട് ഇറക്കിക്കോളാം, ഇങ്ങനെ ചെയ്തോളാം, അങ്ങനെ ചെയ്തോളാം. എന്നാലും ചേട്ടനാന്നും പറഞ്ഞു വന്നോട്ടെ, വരണ്ടെന്ന് ഞാൻ പറയത്തില്ല. നാട്ടുകാർ വരുമ്പോലെ വന്നോട്ടെ, കണ്ടോട്ടെ, പൊക്കോട്ടെ. ഇവിടുത്തെ ഒരു കാര്യത്തിൽ ഞാൻ തൊടിക്കത്തില്ല എന്ന് ഇസഹാക്ക് പറഞ്ഞില്ല. സ്തോത്രം. ഒരു ആത്മീയന്റെ ക്യാരക്ടർ എന്താന്ന് മനസ്സിലായോ? സ്തോത്രം. അപ്പം മരിക്കുമ്പോൾ, അമ്മ മരിച്ചതിന് സങ്കടം വേറെ, അപ്പം മരിക്കുമ്പം ഒന്നുകൂടെ മനപ്രയാസം കൂടുകയല്ലേ, അല്ലേ? ആ സമയത്തും സഹോദരനെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന ഈ കാറ്റ് സഹകരിപ്പിക്കാൻ കാണിച്ച മനസ്ഥിതിയൊക്കെ നമ്മളാണെ പറയും, ഒരു കാരണവശാലും എന്റെ അടിച്ചതിനകത്ത് ഞാൻ കേട്ടില്ല. എനിക്ക് വാശിയും വൈരാഗ്യവും ഒന്നുമില്ല. നമ്മൾ പറഞ്ഞിങ്ങനെ, എനിക്ക് വാശിയും വൈരാഗ്യവും പണക്കമൊന്നുമില്ല. പിന്നെ ഈ കാണിക്കുന്നു ചില പറയും എനിക്കൊരു പണക്കല്ല, ഞാൻ മിണ്ടുകയല്ലെന്നേ ഉള്ളൂ. ഈ മിണ്ടായിരിക്കുന്നതിന്റെ പേരല്ലേ പണക്കമൊന്നും. എനിക്കൊരു പിണക്കവും ഇല്ല. പിന്നെ ഞാനായിട്ട് കയറി വിളിക്കാനും പോവുകയല്ല, മിണ്ടാനും പോവുകയല്ല. അതിന്റെ പേരായി പണക്കം. ഒത്തുചേരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, കണ്ടോ, ആ കല്ലുകൊണ്ട് വേണം പണിയാൻ. കല്ലുകൊണ്ട് പണിയുമ്പം നല്ല 1ാം ക്ലാസ് ചുറ്റിക വേണം. ഒരു കല്ല് കൊണ്ട് ഇറക്കിയിട്ടാൽ അതെവിടെ എടുത്ത് വെച്ച് കല്ല് കെട്ടി തറ കെട്ടാനോ ഭിത്തി കെട്ടാനോ പറ്റുകയില്ല. മേസന്റെ കയ്യിൽ നല്ല മുഖം പൊക്കുന്ന നല്ല 1ാം ക്ലാസ് ചുറ്റിയുണ്ട്. ആ ചുറ്റിക്ക് നല്ല അടി കൊടുക്കണം. അടിച്ച ആ വൈരങ്ങളും ഷാർപ്പായിട്ട് നിൽക്കുന്നതും കോണായിട്ട് നിൽക്കുന്നതൊക്കെ അടിച്ച് അങ്ങോട്ട് കളയാൻ നല്ല ഷേപ്പിലെടുത്ത് വെച്ചേച്ച് വേണം പണിയാൻ. സ്വോത്രം. അതിന് നല്ല 1ാം ക്ലാസ് ചുറ്റി കൈ വേണം. മനസ്സിലായോ? അവന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക. കണ്ടോ ചുറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ആ ചുറ്റിക നന്നായിട്ട് ഉപയോഗിക്കണം. അവിടെയൊക്കെ മയം വെച്ച ഒക്കുകയല്ല, ഷെയ്പ്പ് ഒക്കുകയല്ല. എന്നേക്കാൾ നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ അറിയാവുന്നവരാണ് ക്ലാസ്സിൽ ഇരിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ എന്താ ഓങ്ങി വെച്ചെന്ന് പിടികിട്ടി കാണും എന്നാണ് എന്റെ വിശ്വാസം. സ്തോത്രം. അങ്ങനെ ചേർന്നിരുന്നെങ്കിൽ ഈ കല്ലുകൾ ഒത്തിരിക്കുള്ളൂ. മനസ്സിലായോ? അന്നമ്മയുടെ കൂടെ ചിന്നമ്മയും, ചിന്നമ്മയുടെ തങ്കമ്മയും, തങ്കമ്മയുടെ മറിയാമ്മയും, മറിയാമ്മയുടെ സൂസമ്മയും ചേർന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചുറ്റിക നന്നായിട്ട് ഉപയോഗിച്ചാലേ പറ്റൂ. ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പമെന്നറിയുമ്പോൾ ഈ വയറുകളിൽ ഈ കല്ലെല്ലാം കൂടെ ഒരു കല്ല് അങ്ങോട്ടും ഒരു കല്ല് ഇങ്ങോട്ടും ചേർന്നിരുന്നാൽ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടാകും. മനസ്സിലാകുന്നോ? സ്തോത്രം. കെട്ടിടത്തിന്റെ പണി നന്നാകണമെന്നുണ്ടെങ്കിൽ വചനമെന്ന ചുറ്റികയ്ക്ക് കല്ലടിച്ച് ഷേപ്പ് വെച്ച് വേണം കൊണ്ട് വെക്കാൻ. അങ്ങനെ എല്ലാം ചേർന്നിരിക്കും. എന്തോ സ്ട്രോങ് ആയിരിക്കും എന്നറിയാമോ? അതാണ് വചനത്താൽ പണിയപ്പെടുന്ന ദൈവസഭ. നോക്ക, ഇസഹാക്ക് ഇസ്മയേലിനെ വിളിച്ചോണ്ട് വന്നു. ഇസ്മയേലും കൂടെ ചേർന്ന്, രണ്ടുപേരും കൂടെ ചേർന്നാണ് അപ്പന്റെ അടക്കം നല്ല ഭംഗിയായിട്ട് നടത്തുന്നത്. കണ്ടോ? ഇസഹാക്ക് ഇസ്മയേലും കൂടി മമ്രയ്ക്കരികെ സോഹറിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. നിർണായക കാര്യങ്ങൾ വന്നപ്പോൾ വൈരാഗ്യെല്ലാം മറന്ന് സഹോദരങ്ങൾ ഒന്നാകും. സ്തോത്രം. ഇതാണ് ഒരു ആത്മീയന്റെ നിലവാരവും. പാടില്ലാത്ത പലതും ഇസഹാക്കും ഏശാവും തമ്മിൽ സംഭവിച്ചിട്ടുണ്ടാകാം. മനുഷ്യനല്ലേ, സംഭവിക്കാം. പക്ഷേ ചില നിർണായക കാര്യങ്ങൾ വന്നപ്പോൾ
അതെല്ലാം മറന്ന് സ്നേഹത്തോടെ സഹകരിക്കുന്ന ഇസഹാക്കിനെ നിങ്ങൾ കണ്ടോ? സ്തോത്രം. വളരെ എനിക്ക് സന്തോഷം നൽകുന്ന ചില ചിന്തകളാണ് ഞാൻ ഈ കാര്യത്തിൽ പറഞ്ഞത്. ചിന്തകളല്ല, വചനത്തിന്റെ പൊരുളാണ്. എനിക്ക് ഈ ചിന്ത പറഞ്ഞ ഇഷ്ടമല്ല. എന്റെ ചിന്ത പറഞ്ഞിട്ട് കാര്യമില്ല, അതല്ലോ വചനം ചിന്തിക്കുന്നത്. അപ്പോൾ വചനത്തിന്റെ പൊരുളാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, യഹൂദൻ പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ദൈവത്തെ പ്രതിനിധാനം ചെയ്യാനുള്ള റൈറ്റാണ് അബ്രഹാം ഒരു ഉടമ്പടി ചെയ്ത് കവനന്റിലേക്ക് വന്നപ്പോൾ മുതൽ ദൈവത്തെ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ ഒരു ഹബ്ബാക്കി അബ്രഹാമിന് ദൈവം മാറ്റുക. ഒരു സബ്സ്റ്റേഷൻ എന്ന പോലെ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന പോലെ അബ്രഹാമിനെ മാറ്റുക. അതിന്റെ ഒരു അടുത്ത കണ്ണിയാട്ട് വരാനുള്ളവനാണ് ആര്? ഇസഹാക്ക്. ഇസഹാക്ക് കഴിഞ്ഞാൽ അടുത്ത ആ ചെയിനകത്ത് വരേണ്ട വ്യക്തിയാണ് യാക്കോബ്. ദൈവത്തിന്റെ പദ്ധതി നോക്കണേ. പക്ഷെ ഇസ്മായിലിനെ ഈ കണ്ണിക്കകത്ത് കൊണ്ട് ഇട്ടില്ല, ഇസഹാക്കിനെ ഇട്ടുള്ളൂ. ഇങ്ങനെ മനസ്സുള്ളവനെ തമ്പുരാന്റെ ലീനിയോളജിക്കകത്ത് തമ്പുരാൻ കയറ്റിയിടൂ. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ആരും ഇല്ലാതെ എനിക്ക് ദൈവം ഉണ്ടെന്നൊക്കെ നെഞ്ചത്തടിച്ചാൽ നെഞ്ചിരുവേദന ഉണ്ടാകാന്നുള്ളൂ, അത് ഒരു ഗുണം ഉണ്ടാകാൻ പോണില്ല. ഇങ്ങനെ ഇടിച്ചേച്ച് ആരും കാണാതെ പിന്നെ പോയി തിരുമ, അതിനപ്പുറത്തൊന്നും വരികയല്ല. പക്ഷെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മനോഭാവം ഉണ്ടാകണം. കണ്ടോ? സ്തോത്രം. എന്നിട്ട് രണ്ടുപേരും ചേർന്ന് അപ്പനെ അടക്കം ചെയ്തു. പക്ഷേ 26 അധ്യായം നിങ്ങളെടുത്ത്, അതിനകത്ത് ഈ അബ്രഹാമിനെ ഇസ്ഹാക്കിന് ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. എനിക്കത് പറയാതിരിക്കാൻ നോക്കത്തില്ല, അതുകൊണ്ടാണ് 11ാമത്തെ വാക്യം ഞാനും ഒന്നെടുത്തോട്ടെ, മറഞ്ഞുപോയി. നമ്മൾ വായിച്ചതിന്റെ 25ാം അധ്യായത്തിന്റെ 26ാം അധ്യായത്തിൽ പിന്നെ വരാവേ, ഇതൊന്ന് പറഞ്ഞിട്ടായിക്കോട്ടെ. 25ാം അധ്യായത്തിന്റെ 10ഉം 11 കൂടി ചേർത്തൊന്ന് വായിച്ച പാരഗ്രാഫ് അങ്ങനെ തീരല്ലേ. 10ഉം 11 വാക്യം. അബ്രഹാം ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയ നിലത്ത് തന്നെ അവിടെ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും അടക്കം ചെയ്തു. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസ്ഹാക്ക് ബേർലഹയിരോയിക്കരികെ പാർത്തു. മതി. 10ഉം 11 വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. അബ്രഹാം ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയ നിലത്ത് തന്നെ. അതെന്താ പിന്നെ പറയുന്നേ? 23ാം അധ്യായത്തിൽ നടന്ന സംഭവമല്ലേ? അതെ. 25ാം അധ്യായത്തിൽ വന്നപ്പോഴും പറഞ്ഞു വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്തു. ഈ ആത്മീയർക്കിടയിൽ എന്ത് ഓസിന് കിട്ടിയാൽ നല്ലതാണ് ചിന്തിക്കുന്നത്. ദൈവം ഒരിക്കലാണെന്ന് പറഞ്ഞ് സന്തോഷിക്കും. അതൊരു നല്ല ക്യാരക്ടർ അല്ല. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അതൊക്കെ വാങ്ങിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യണം. വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്കൂടെ ഒക്കെ തരണം. അതിനൊന്നും ഞാൻ എതിരൊന്നും പറഞ്ഞല്ല. പക്ഷേ എന്ന് കരുതി എന്തും ഈ ഞങ്ങൾ കുഴിക്കാലക്കാരൊക്കെ പറഞ്ഞൊരു ശൈലിയുണ്ട്, ഈ നനയുന്നിടം തന്നെ കുഴിക്കരുതെന്ന്. സണ്ണിച്ചാച്ചിരിക്കാൻ കാര്യം ഏതാ? ഒരാൾ ഒരു സഹായം ചെയ്യാൻ മനസ്സ് വെച്ചെന്ന് കരുതി അവിടെ തന്നെ ലാക്കാക്കി മാറ്റരുത്. അതൊരു നല്ല ലക്ഷണമല്ല. സഹായിക്കാൻ മനസ്സുള്ള ആളാണെങ്കിൽ തൊടുന്നതിന് പിടിക്കുന്നതിനെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സ് മടുക്കുന്ന ഇതിലേക്ക് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ ഉള്ള വഴികൾ അടയ്ക്കാനായിട്ടുള്ളതാ. പോട്ടെ, ഞാൻ പറഞ്ഞത് അത് എടുത്തു പറയാൻ കാര്യമുണ്ട്. ഹിത്യര് പറഞ്ഞത് എവിടെ വേണേലും എടുത്തോ, മുഴുവൻ അങ്ങ് എടുത്തോളാൻ പറഞ്ഞപ്പം അബ്രഹാം അങ്ങോട്ട് പറഞ്ഞു, ഫ്രീ ആയിട്ട് ഒന്നും വേണ്ട, ന്യായമായ വില നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലേ ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്തത്. അപ്പൊ ഇനി നമ്മൾ ഈ സ്നേഹം ഭാവിച്ച് നമ്മുടെ ഇപ്പൊ പരിചയത്തിൽ ഒരു കടയോ കാര്യം കൊണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ സഭയിൽ അച്ഛനായിരുന്നു പറഞ്ഞ് ചെന്നേച്ച് അത് എപ്പോഴും ഉള്ളപ്പോ കൊടുത്താൽ മതിയല്ലോ എന്നും പറഞ്ഞ് അടിച്ചു മാറ്റിക്കൊണ്ട് പോരരുത്.
അത്രയൊക്കെ ഞാൻ വ്യാഖ്യാനിക്കുന്നുള്ളൂ. ഇപ്പം വേറെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും രക്തത്തിൽ ആശ്രയിച്ച് ഞാൻ അതെല്ലാം വിഴുങ്ങുക. ഓക്കെ, 11ാമത്തെ വാക്യം ശ്രദ്ധിക്കണേ. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. നിങ്ങൾ ആ പദം ഒന്ന് വിട്ടുകളയരുത്. എപ്പോഴാ? അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായി ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. എന്ത് മനസ്സിലായി? എന്താ അബ്രഹാം ജീവിച്ചിരുന്നപ്പോ അനുഗ്രഹിക്കാഞ്ഞ്? അബ്രഹാമിന് കിട്ടിയ അനുഗ്രഹം ദൈവത്തിന്റെ പ്രതിനിധിയായി ലോകത്തോട് സംവദിക്കുവാനുള്ള അനുഗ്രഹമാണ്. അപ്പൊ അബ്രഹാം പോയപ്പോൾ ആ അനുഗ്രഹം ആർക്ക് കൈമാറ്റം ചെയ്യുന്നു? ഇസഹാക്കിന് കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞില്ലേ? ആ അനുഗ്രഹത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അബ്രഹാം ആണെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അവിടുന്ന് യാക്കോബിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഞാനിപ്പോ അതിന് ഗൗരവമെല്ലാം പിടികിട്ടുന്നുണ്ടോ? തലമുറയ്ക്ക് വേണ്ടി തലകുത്തി കറിഞ്ഞ് ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എങ്ങനെ റിസീവ് ചെയ്യുന്നു അതനുസരിച്ച് അടുത്ത തലമുറയിലേക്ക് ഇത് ഒഴുക്കുണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞ ഞാനോ ഇങ്ങനെയായി, കുഞ്ഞിന്റെ കാര്യത്തിൽ എങ്കിലും എങ്ങനെയാലും എന്തോന്നു, എനിക്കോ പഠിക്കാൻ പറ്റിയില്ല, കൊച്ചിനെ എങ്കിലും നന്നായിട്ട് പഠിപ്പിക്കണം, പഠിപ്പിച്ചു, വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. സ്വോത്രം. ഇവിടെ എല്ലാം കുഴപ്പം എന്താണെന്നറിയാമോ? ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാനുള്ളത് പോലെ എനിക്ക് മനപ്രയാസം ഒന്നും കാര്യം, ഒരൊറ്റ കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ ആത്മീയരാക്കി വളർത്തണം എന്നുള്ള ചിന്തയില്ലാതെ ഒരു കോമ്പറ്റീറ്റീവ് ലോകത്തിൽ നമ്മൾ പാർത്തിട്ടാണ് അപ്പുറത്തെ സൂസിയുടെ കൊച്ചിനേക്കാൾ എൻ്റെ കൊച്ചി വലുതാക്കണം എന്നുള്ള ചിന്തയില്ല നമ്മൾ ഈ പിള്ളേരെ പഠിപ്പിക്കണം. അല്ലാതെ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകണം, അവരുടെ ടേസ്റ്റ് അനുസരിച്ച് പഠിപ്പിക്കണമെന്നൊന്നും അല്ല. അല്ലേ? പിള്ളേർ റിസൾട്ട് വരുമ്പോഴും നമ്മുടെ കൊച്ചിന് മാർക്കുണ്ടോ ജയിച്ചോ എന്നുള്ളതല്ല. സിസിലിയുടെ കൊച്ചിന്റെ റാങ്ക് എത്രയാ? അവക്ക് 13. എന്നാ കുഴപ്പമില്ല, നിനക്ക് 14 ഞാൻ സഹിച്ചു. അതാ നമ്മുടെ കൊച്ചിന്റെ സ്ഥിതി എന്താന്നുള്ള, അപ്പുറത്തെ കൊച്ചിന്റെ ഭാവി എന്താന്നാണ് നമ്മുടെ വിഷയം. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ദയവായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു കോമ്പറ്റീറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം, വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യം. അത് മാക്സിമം നിങ്ങൾ കൊടുക്കണം. പക്ഷെ അതൊരു കോമ്പറ്റീറ്റീവ് വേർഡിലേക്ക് അവരെ കൊണ്ടുപോകാൻ ഒരിക്കലും ആകരുത്. എനിക്കറിയാം, അങ്ങനെ പഠിച്ച് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു ജോലി ഇല്ല നിൽക്കുന്ന എത്ര പിള്ളേർ എനിക്കറിയാമെന്നറിയാം. കാരണം അവരുടെ ടേസ്റ്റ് അനുസരിച്ച് കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ല. അവരുടെ താല്പര്യം അനുസരിച്ച്. അതൊക്കെ എന്ത് അപകടം ഉണ്ടാക്കിയെടുക്കുന്ന അറിയാമോ? വേണം അതിനേക്കാൾ ഗൗരവം നൽകേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾ ആത്മീകരായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അബ്രഹാം ദൈവത്തെ പ്രദാനം ചെയ്ത ഒരു വ്യക്തിയായതുകൊണ്ട് അതേ തലത്തിലേക്ക് ഇപ്പോൾ ഇസഹാക്കും വന്നു. എന്ന് പറഞ്ഞാൽ അബ്രഹാം മരിച്ചതിന് ശേഷം ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ഞാന് സമയം പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞുവിടാം. എപ്പോഴാ അബ്രഹാമിന് ഈ അനുഗ്രഹം വന്നെന്നറിയാമോ? അബ്രഹാമും ദൈവം തമ്മിൽ ഒരു കവനന്റിലേക്ക് വന്നപ്പോഴാ, ഒരു ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ. ചുമ്മാ അതൊന്നും അനുഗ്രഹം കിട്ടുകയല്ല. ഞാൻ തീരുമാനം എടുക്കുന്ന കാര്യമല്ല പറഞ്ഞു. തീരുമാനം വേറെ, ഉടമ്പടി വേറെ. അപ്പൊ നമ്മളെപ്പോലെ തീരുമാനം എടുക്കാൻ മിടുക്കൊരു ഭൂമി വേറെ ഇല്ലല്ലോ. അനങ്ങിപ്പോയാ തീരുമാനം നമ്മൾ. ഞാൻ അതല്ല, ഉടമ്പടി. ഉടമ്പടിക്കകത്തുനിന്ന് അയവില്ല, അങ്ങനെയുള്ള ഒരു ദൈവത്തിന് മതി. അതാണ് 55-ാം സംഘം നമ്മൾ വായിക്കുന്നില്ലേ? യാഗം കഴിച്ച് എന്നോട് ഉടമ്പടി ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. യാഗം കഴിച്ച് നിയമം നല്ല ഉടമ്പടിയാ. ആ ഉടമ്പടി ചെയ്ത വിശുദ്ധന്മാർ അവരെന്റെ അടുക്ക വരട്ടെ. സ്തോത്രം.
അങ്ങനെയുള്ളവരെ ദൈവത്തിന് മതി. അല്ല കർത്താവേ, ഞാൻ ഇന്ന് പോകുമ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോൾ എന്റെ കാര്യം സാധിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച കത്രുമേശയ്ക്കുള്ള 3 ബണ്ണ് ഞാൻ മേടിച്ചു കൊടുത്തേക്കാം എന്ന് തീരുമാനിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. 3 ബണ്ണെന്ന് കേട്ടപ്പോഴേ സ്വർഗം അങ്ങ് വിറച്ചു. അടുത്ത ഞായറാഴ്ച 3 ബണ്ണ് കൊടുത്തില്ലേ പ്രശ്നമാകുമല്ലോ. അങ്ങനെ ഞെട്ടുന്ന ഒരു ദൈവത്തെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മുടെ 3 ബണ്ണ് കണ്ടൊന്നും ഞെട്ടിയിരിക്കുമെന്നല്ല തമ്പുരാൻ. മറിച്ച് ഉടമ്പടി ചെയ്ത വല്ലവരും ഉണ്ടെങ്കിൽ അവന്റെ കാറ്റ് ദൈവം ഇടപെടും. അവനെ കൂട്ടി നിർത്താനാണ് ദൈവത്തിന് താല്പര്യവും. മനസ്സിലാകുന്നോ പറഞ്ഞത്? സ്തോത്രം. അതുകൊണ്ട് ഉടമ്പടി എന്ന വിഷയത്തിലേക്ക് നിങ്ങൾ വരണം. ഇസഹാക്കും എപ്പോഴും അനുഗ്രഹം പ്രാപിക്കുന്നറിയാമോ? ഇനി ഈ ഇസഹാക്കിന് ഇത് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. കാരണം വീട്ടിൽ നടക്കുന്ന യാഗവും ഉടമ്പടിയൊക്കെ ആര് കണ്ടിട്ടുണ്ട്? ഇസഹാക്ക് കണ്ടിട്ടുണ്ട്. ദൂതന്മാരും വരികയും പോവുകയും ചെയ്യുന്നതും ആ വീട്ടിൽ വന്ന സന്ദർശകർ ആരാണെന്ന് ഇസഹാക്കിന് അറിയാം. നമ്മൾ ചോദിക്കുക, പപ്പ എന്തി? അവിടെ ഉണ്ടായിരുന്നു. എങ്ങോട്ട് പോയി? ആരാണ്ട് വന്നായിരുന്നു, എങ്ങോട്ടോ പോയി. ആരാണ്ട് വന്നു, എങ്ങോട്ടോട്ടോ പോയി. ഒരു ഐഡിയ ഇല്ല വന്നവരാരാന്നും എങ്ങോട്ടാ പോയെന്ന്. ഇസഹാക്കിന് അങ്ങനെ അല്ലായിരുന്നു. അപ്പന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നും വീട്ടിൽ വരുന്നവരാരൊക്കെയാണെന്നും എങ്ങോട്ടായിരിക്കും പോകുന്നതെന്നൊക്കെ ഇസഹാക്കിന് നല്ല ധാരണ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇസഹാക്കിന്റെ അബ്രഹാം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ലോ. അബ്രഹാമിന്റെ വീട്ടിൽ വരുന്നവരാരൊക്കെയാണെന്നും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നും എന്തൊക്കെയാണ് അവിടുത്തെ കോൺവെർസേഷൻ എന്നും ഒക്കെ ഇസഹാക്ക് കണ്ടും കേട്ടും വളർന്നത്. ദൈവത്തെ അനുസരിക്കുന്ന ഒരപ്പനെ കണ്ട് വളർന്നതിനാൽ അപ്പനെ അനുസരിക്കാൻ ഇസഹാക്കിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. നല്ല സ്തോത്രമൊക്കെ പറ, ഞാൻ കേൾക്കുന്നില്ലേലും ചുണ്ടൊക്കെ നനങ്ങട്ടെ. ദൈവത്തെ അനുസരിക്കുന്ന ഒരപ്പനെ കണ്ടു വളർന്ന ഇസഹാക്കിന് തന്റെ അപ്പൻ പറഞ്ഞ് ഏതും അനുസരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ 10-25 വയസ്സ് പ്രായമുള്ള ഇസഹാക്ക് യാഗപീഠത്തെ കയറി കിടക്കാൻ പറഞ്ഞപ്പം വല്ല തടസ്സവും പറഞ്ഞോ? ഞാൻ അന്നേരത്തെ ഇസഹാക്കിന്റെ മനോഭാവമൊക്കെ ചിന്തിക്കാറുണ്ട്. അല്ല, എടുത്ത് കടത്തിയിട്ട് എനിക്കതും 10-12 വയസ്സായാലും കുഞ്ഞു കൊച്ചനൊന്നും അല്ല. ഇസഹാക്കിന്റെ പ്രായം 10-25 വയസ്സ് പ്രായമുണ്ട്. അന്നേരം അവിടെ കിടന്ന് കാലും മടക്കി ഒരു അടി അടിച്ചാലുണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞ വാക്യം തിരിച്ചു പറഞ്ഞാട്ട് വരും. ഇസഹാക്ക് അബ്രഹാമിന്റെ മേൽ കൈവെക്കരുന്ന് വേണം ദൂതം പറയാൻ, അല്ലേ? പക്ഷെ ഇസഹാക്ക് അനങ്ങിയില്ലല്ലോ. ഞാൻ ഓർക്കുകയാണെ, അബ്രഹാമിന് വല്ലവിധേനെ മൂറിയാമലെ ചെന്ന് ഈ യാഗം ഒന്ന് പണിതാ മതി, അതിനാണ് അത്ര ശീഘ്രം പോകുന്നത്. ആ പോക്കിനിടയ്ക്ക് ഇനി മറന്നു പോകാന്നുള്ള ചിന്തയില്ല ഇസ്ഹാക്ക് ചോദിക്കുന്നത്. അപ്പ വിറകൊണ്ട് തീയോണ്ട് കത്തിയോണ്ട് എല്ലാം. പക്ഷെ യാഗത്തുള്ള മൃഗം എവിടെ ചോദിച്ചപ്പോ നീയാണെന്ന് പറയണ്ട, നീ വാ, അതൊക്കെ യഹോവ കരുതിക്കോളൂ, നീ ചിന്തിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അബ്രഹാമിന്റെ ആ പോക്കിന്റെ സ്പീഡ് നിങ്ങൾ മനസ്സിൽ കണ്ടേ. നമ്മുടെ ചിന്ത എങ്ങനെ അറിയാമോ? ഇതെല്ലാം നീ തലയെ വെച്ചിട്ട് അബ്രഹാം ഇങ്ങനെ നടക്കണോ വേണ്ടയോ, പോകണോ വേണ്ടായോ എന്നോർത്ത് മടിച്ചു പോയെന്നൊക്കെയാണ് നമ്മുടെ. അങ്ങനൊന്നും അല്ല. PT ഉഷ പോകുന്നതിനേക്കാൾ സ്പീഡിലാ അബ്രഹാം മോറിയാമല്ലേക്ക് പോണേ. വല്ലവിധനെ അവിടെ ചെന്ന് യാഗപീഠം പണിത് എന്റെ സ്നേഹം ദൈവത്തോട് മാത്രമാണെന്ന് തെളിയിക്കണം. പിന്നെ സ്തോത്രം, ഞാൻ പറഞ്ഞില്ലേ, ആ കാലത്തുള്ള ദൈവമക്കളുടെ ഭയം നമ്മുടെ സ്നേഹം ദൈവത്തിൽ നിന്ന് ഉതിർന്നു പോകുന്നതായിട്ട് വല്ലതും ഉണ്ടോ എന്നുള്ളതാ. അതാ വെളിപ്പാട് പുസ്തകത്തിലും എഫെസോസ് സഭയോട് പറയുമ്പോൾ നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി, വിട്ടുകളഞ്ഞു, അതിന് മാനസാന്തരപ്പെട്ടേ പറ്റൂ. അപ്പോൾ മാനസാന്തരം ആവശ്യമാകത്തക്ക നിലയിൽ വലിയ അപകടം പിടിച്ചൊരു പാപമായി മാറുന്നു എന്ത്? സ്നേഹം നഷ്ടപ്പെടുന്നു. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല. അബ്രഹാമിന്റെ കൂടാരത്തിൽ വരുന്നവരും സഹവാസം ചെയ്യുന്നവരും അവിടുത്തെ സംഭാഷണവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ദൂതന്മാരൊക്കെ വരികയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ടോപ്പിക് എന്തായിരിക്കും? കഴിഞ്ഞ ഞായറാഴ്ചയിലെ യോഗത്തിലെ ഏറ്റക്കുറച്ചിലാണോ? പുള്ളി എന്താ പറഞ്ഞത്? അതല്ലേലും പുള്ളി എഴുന്നേറ്റാൽ അങ്ങനെ അത് അവസാനം കൊണ്ട് നിർത്തൂ. നമ്മുടെ വീട്ടിലെ ചർച്ചയാ. സ്തോത്രം.
അബ്രഹാമിന്റെ കൂടാരത്തിലെ ചർച്ചകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ചുമ്മാ വായിച്ചു പോകാതെ. അവിടെ വന്നിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, അവരുടെ കോൺവെർസേഷൻ എന്താണ്? തിരക്കിനിടെ ഈ അടുക്കളയിലെ കാര്യം നോക്കുന്നതിനിടയിലും സാറാമ്മച്ചി പോലും ശ്രദ്ധിച്ചു. കണ്ടോ? വീട്ടിൽ എല്ലാം കൊണ്ടും സന്തോഷമാണെങ്കിലും തലമുറ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ വന്ന ഗസ്റ്റ് പറഞ്ഞ് നിരാശപ്പെടുന്നു വേണ്ട കേട്ടോ, അടുത്ത വർഷം ഞങ്ങളില് വരുന്നുണ്ട്, ഒരു കുഞ്ഞിനെ നീ അണയ്ക്കും എന്നൊക്കെ പറഞ്ഞു. റിബേക്ക അത് കേട്ടെന്ന് ചിരിച്ചു. സോറി, സാറാമ്മച്ചി അത് കേട്ടെന്ന് ചിരിച്ചു, അല്ലേ? ചിരിക്കുകയൊക്കെ ചെയ്തു. അയ്യോ നീ ചിരിച്ചെന്താ? അയ്യോ ഞാൻ ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, നീ ചിരിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞതേ കളിയാക്കി ചിരിച്ചൊന്നുമല്ല. ഞാൻ അതൊന്നും കിട്ടിയില്ലെന്ന് കരുതി സാറാമ്മച്ചി ഇനി വരുമ്പം ഒന്നും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയും ചെയ്യല. ഞാൻ നോക്കിയിട്ട് ഇനി അപ്പം ചുടുന്നുള്ളൂ, കുഞ്ഞുണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും ഇവര് പറഞ്ഞ കാര്യം നടക്കുമല്ലെന്ന് അറിഞ്ഞിട്ടേ, അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ വരുമ്പോഴെല്ലാം മാവ് എടുത്തോണ്ട് എന്റെ അരിക്കോട്ട് വന്നേക്കരുത്. വരുന്നതെല്ലാം പറഞ്ഞു കേട്ട് അച്ഛാൻ തുള്ളും. എനിക്ക് പ്രായം എത്ര എന്നറിയാം. അച്ഛന് സാമാന്യ ബുദ്ധിയില്ലേ? നടക്കാൻ പോകുന്ന കാര്യം വല്ലതാണ് അവർ പറഞ്ഞേച്ചു പോയത്. എന്റെ ആരോഗ്യം അച്ഛന്റെ ആരോഗ്യം നമുക്കറിയത്തില്ലേ? ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരാനായിട്ട് വല്ലതും ഉണ്ടോ? വരുന്നൊരു വയർന്നച്ച് വല്ലതും തിന്നാൻ വേണ്ടി വല്ലതും പറഞ്ഞേച്ചു പോകും. അച്ഛനെ എന്റെ വാലെ പിടിച്ചൊന്ന് പോകരുതൊന്നും സാറാമ്മച്ചി അബ്രഹാമിനോട് പറഞ്ഞില്ലെന്നേ. സ്വോത്രം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇസ്ഹാക്ക് ജനിച്ചതും അവിടെ നടന്ന കാര്യങ്ങൾ കണ്ടും കെട്ടും വളർന്ന ഇസ്ഹാക്കിന്റെ ലൈഫും അതനുസരിച്ച് പോയി. സ്തോത്രം. ഈ ചോദ്യം അവിടെ രാവിലെയും വൈകുന്നേരം നടക്കുന്ന വഴിപാട് യാഗങ്ങൾ, അബ്രഹാം എവിടെയൊക്കെ കൂടാരം അടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം മുടങ്ങാതെ യാഗം രാവിലെയും വൈകുന്നേരം നടക്കുകയല്ലേ? ആ രാവിലെയും വൈകുന്നേരം യാഗം, രാവിലെയും വൈകുന്നേരം യാഗം. എപ്പോഴൊക്കെയാ? രാവിലെയും വൈകുന്നേരവും യാഗം ഉണ്ടോ? സ്തോത്രം. രാവിലെയും വൈകുന്നേരം കൂടാത്ത യാഗം നടക്കാറുണ്ടോന്ന് എന്റെ ചോദ്യം. സ്തോത്രം. കുടുംബ പ്രാർത്ഥനയെ രാവിലെയും വൈകുന്നേരവും പറഞ്ഞ, പക്ഷെ യാഗം ഇനി അവിടെ നിൽക്കട്ടെ, ഞാനൊന്നും മേടിക്കാൻ പോകണ്ട. രാവിലെയും വൈകുന്നേരം കുടുംബ പ്രാർത്ഥന. അത് രാവിലെ എഴുന്നേറ്റ് ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന ഏഴകളാ ഞങ്ങൾ കേകിടുക പാടാറുണ്ടോ? അതിരാവിലെ തിരുമുഖത്ത് നോക്കിടുന്ന ജനം ശോഭിച്ചിടും, തിരുവാഗ്ദത്തത്തിൽ ആശ്രയിച്ചു. പാടാറുണ്ട് അതൊക്കെ. എത്ര മനോഹരമായ പാട്ടതല്ലേ? ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന ഏഴകളാം ഞങ്ങൾ കേകിടുക, ഓ ഏഴകളാം ഞങ്ങൾ കേകിടുക. മഗ്ദൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങേ തേടി വന്നു, ഈ ദിനത്തിൽ ഏഴയിതാ രാവിലെ തിരു മുൻപിൽ വണങ്ങിടുന്നേ. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന ഏഴകളാം ഞങ്ങൾ ഏകിടുക. കണ്ടോ? രാവിലെ എന്നിട്ട് ഈ പാട്ടൊക്കെ പാടണം. വേറെ പാട്ടൊന്നും പാടല്ലേ. സന്ദർഭം അനുസരിച്ച് പാട്ട് പാടാനും പഠിക്കണം. സഭായം തുടങ്ങുന്ന എൻപ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകുന്ന പാട്ടും പാടിക്കൊണ്ടാണോ? അല്ല. സ്തോത്രഗീതമാണ് ആദ്യം പാടാൻ, രണ്ടാമത്തെ താങ്ക്സ്ഗിവിംഗ് ആയിരിക്കണം. പിന്നെ നിങ്ങൾ കണ്ടില്ലേ പാട്ടൂസിന്റെ തുടക്കത്തിൽ ഈ വിഷയക്രമം കൊടുത്തിരിക്കുന്ന കണ്ടിട്ടില്ലേ? ചുമ്മാ ഒരു പേപ്പർ കടന്നപ്പോ പ്രിന്റ് ചെയ്തൊക്കെ കൊടുത്തതാണോ? അല്ല. സന്ദർഭം അനുസരിച്ച് പാടാനായിട്ടുള്ള അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. എന്ന് പറഞ്ഞാല് പ്രഭാതത്തിൽ ഈ പാട്ട് കഴിഞ്ഞിട്ട് പാടണം.
മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരുകില്ല എന്നൊക്കെ നമ്മൾ പാടുന്നത്. ഞാൻ എന്നാള് പറഞ്ഞു, നമ്മൾ പിന്നെ നുണ പറയാറില്ല, നുണ പാടാറേ ഉള്ളൂ. അങ്ങനെ ഗുണമുണ്ട്. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നു. അബ്രഹാം ഇതെല്ലാം കണ്ടും കേട്ടും വളർന്നതിനാൽ 100% പിതാവിന് ഒബീഡിയന്റ് ആയിട്ടാണ് ഇസഹാക്ക് വളർന്നത്. അബ്രഹാമിന്റെ കൂടാത്തിൽ സകല സിസ്റ്റവും കണ്ടു വളർന്ന ഇസഹാക്ക്. പക്ഷെ അതുകൊണ്ടും അനുഗ്രഹം കിട്ടിയില്ല. ഗൗരവം പിടികിട്ടുന്നുണ്ടോ? അനുഗ്രഹം കിട്ടിയത് എപ്പോഴാണെന്നറിയാമോ? അബ്രഹാമിന്റെ മരണശേഷം. അപ്പൻ തുടങ്ങി വെച്ച ഉടമ്പടിയിലേക്ക് ഇസഹാക്ക് വന്നു കയറിയപ്പോൾ, എന്ന് പറഞ്ഞാൽ ഇസഹാക്കും യാഗം കഴിച്ച് കരാറിൽ ഒപ്പിട്ടപ്പോഴാണ് ഇസഹാക്കിന്റെ മേലും അനുഗ്രഹം വന്നത്. അപ്പൻ ചെയ്ത ഉടമ്പടി ഇസഹാക്കിലേക്ക് വരുന്നില്ല. ഇസഹാക്ക് സെപ്പറേറ്റ് ഉടമ്പടി ചെയ്തെങ്കിലേ ദൈവമുള്ള ബന്ധത്തിലേക്ക് വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അപ്പന്റെ ഉടമ്പടി ഇസഹാക്കിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ലെന്ന്. അല്ല, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വന്നപ്പോൾ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഓർക്ക്, ഇസഹാക്ക് അറിയുന്നുണ്ടോ ഏതാ നാളുകൾ കഴിയുമ്പോൾ തന്റെ ജനം മുഴുവനും പിതാവായ ദൈവത്തെ വിളിക്കാൻ പോകുന്നു ഇവരുടെ കെയർ ഓഫില്ലാന്ന്. എന്റെ പ്രിയരെ, അതൊക്കെ എന്തോ ദൈവം ഒരുക്കുന്ന പദവി ആലോചിച്ച് നോക്ക്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങനെയാണ് അവർ ഇന്നും വിളിക്കുന്നത്. കണ്ടോ? അവരിലൂടെയാ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ദൈവത്തെ പ്രതിദാനം ചെയ്യാനുള്ള റൈറ്റ് ദൈവം കൈമാറ്റം ചെയ്തത്. സ്തോത്രം. സമയം വളരെ മുന്നോട്ട് നീക്കി മനസ്സിലാകുന്നു. ഒരു കാര്യം ഞാൻ പറയാം. അടുത്ത നിങ്ങൾ അതിന്റെ 25-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വാക്കിലേക്ക് എന്ന് പറഞ്ഞേ. 25-ഉം 22-ഉം ബാക്കി അവിടെ കിടക്കട്ടെ, നമ്മൾ ഇടയ്ക്ക് നോക്കാം. ഇരുപത്തഞ്ചിന്റെ 21, 22 പോയോ എല്ലാരും? ഞാൻ തന്നെ വായിക്കണം. ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റെബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളവനെ സേവിക്കും. മതി, താങ്ക് യു. 21-ാം വാക്യത്തിൽ തന്റെ ഭാര്യ മച്ചിയായത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. ഭാര്യയുടെ കുറവുകളും അപാകതകളും കണ്ടിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഇസഹാക്ക്. അവൾ മച്ചിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇസഹാക്ക് തന്റെ ഭാര്യ റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ടോ? നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കണേ. സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കുന്ന നല്ലതാ. അവൾ മച്ചിയാണ്, കുഞ്ഞുണ്ടാകില്ല, അത് തിരിച്ചറിഞ്ഞു. പക്ഷേ ആരോടൊന്നും പറഞ്ഞില്ല. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഇസഹാക്ക്. ഇത് വേറെ സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ നമ്മുടെ ക്ലാസ്സിൽ അങ്ങ് പറയുക, നമ്മുടെ ജീവിത പങ്കാളിക്കൊക്കെ അപാകതകളും കുറവുകളൊക്കെ ഒരുപാടുണ്ടാകാം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് അവരെ അവഹേളിക്കുന്നതല്ല ഒരു നല്ല ജീവിത പങ്കാളിയുടെ ആത്മീക നിലവാരം. മറിച്ച് ആ അപാകത തിരിച്ചറിഞ്ഞ് അവൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ജീവിത പങ്കാളി.
തന്നെ അല്ലെന്നേ, ദൈവം ചേർക്കുമ്പോ ഉണ്ടല്ലോ പറ്റുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അച്ഛനെ കിട്ടുന്ന അമ്മാമ ഉണ്ടല്ലോ പഞ്ചപാവമായിരിക്കും, അല്ലേ? എവിടെയെങ്കിലും പോണം, 2 മിനിറ്റ് കൊണ്ട് അച്ഛൻ ഒരുങ്ങും. ഒരുപാട് സമയം എടുത്തായിരിക്കും അമ്മാമ ഒരുങ്ങുന്നത്. 2 പേര് സ്പീഡാണെങ്കിലോ കൂട്ടിയിടിക്കും, ഉറപ്പാ. തമ്പുരാൻ അങ്ങനെ, എന്നാൽ ഇത് ബാലൻസ്ഡ് ആകും. 2 ഒരേ രീതി പോയി കഴിഞ്ഞാണല്ലോ ഭയങ്കര പ്രശ്നം. അതിന് തമ്പുരാൻ അങ്ങനെയാ. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളിന് കിട്ടുന്ന ജീവിതമേക്കാൾ നോക്കൂ, എന്തോ പറഞ്ഞാലും ഒന്നും മിണ്ടുകരത്തായിരിക്കും. അന്നേരം സഹിട്ട് പറയും, ഇതിനോടൊക്കെ എന്തോ പറഞ്ഞാലും ഗുണമില്ലല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതങ്ങ് പോകും. തമ്പുരാൻ ബാലൻസ് ചെയ്യുന്നതാണ്. ശ്രദ്ധിച്ചറിയാം, അങ്ങനെ ആയിരിക്കും അത്. എന്നാലേ ബാലൻസ് ആകൂ. അല്ല ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണെങ്കിലോ, അല്ല അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഭർത്താവ് ഒറ്റയടി അടിച്ചു, അന്നേരം ഇനി എന്നെ ഒന്ന് തല്ലുവോ, അന്നേരം ഒന്നുകൂടെ കിട്ടി. നിങ്ങൾ എന്നെ തല്ലിയല്ലേ, ഇനി തല്ലിയാൽ നിങ്ങൾ വേറെ പറയും, പിന്നെ ഒന്നുകൂടെ മേടിക്കും, പിന്നെ പോയിരുന്നത് കരയും ചെയ്യും. മിണ്ടാതിരുന്നാ പോരായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞതേ, ഇസഹാക്കിനെ നോക്കിയേ, ഭാര്യ മച്ചിയാണെന്ന് അറിഞ്ഞു, പക്ഷേ വിട്ടില്ല. ദൈവത്തെ പ്രതിദാനം ചെയ്യാൻ റൈറ്റ് കിട്ടിയ ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബക്ക ഗർഭം ധരിച്ചു. 1 അല്ല 2 അകത്ത്. അത് പറയാനാ. കണ്ടോ, ഈ ഉടമ്പടിയിലേക്ക് വരുന്നവന് വേണ്ടി ദൈവം ചെയ്യുന്നതിന് അളവില്ല, അറിയാമോ? അളവില്ലാതെ, എണ്ണമില്ലാതെ, ലിമിറ്റ് ഇല്ലാതെയാണ് ദൈവമായിട്ട് ഉടമ്പടിയിൽ വരുന്നവനോടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം. കണ്ടോ, ദൈവത്തെ പ്രതിദാനം ചെയ്യാൻ ജീവിതം വിട്ടുകൊടുക്കുന്നവന് വേണ്ടി അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് മാത്രമല്ല, അവന് വേണ്ടി ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ എണ്ണം നോക്കുകയല്ല. നമ്മളാണെ പറഞ്ഞതിന് ഒരെണ്ണവേലും കിട്ടിയാൽ മതിയായിരുന്നു, അല്ലേ? യെസ്, ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞു. ഉടമ്പടി ചെയ്യുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇസ്ഹാക്ക് ഒരു കുഞ്ഞിനേലും കിട്ടിയാൽ മതി എന്നായിരിക്കും പ്രാർത്ഥിച്ചത്. പക്ഷെ ദൈവം പ്രാർത്ഥന കേട്ടപ്പോൾ അകത്തുരുവായത് 1 അല്ല 2. സ്തോത്രം. 2 വ്യക്തികളിൽ മാത്രമല്ല, തമ്പുരാൻ തന്നെ നേരിട്ട് പറഞ്ഞു, നിന്റെ ഉദരത്തിൽ 2 വംശങ്ങൾ. എന്റെ പ്രിയരെ, വല്യപ്പനോട് പറഞ്ഞ അനുഗ്രഹം നിന്ന് മറന്നു പോകരുത്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ഇങ്ങനെ വായിച്ചു വരുമ്പോ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണോന്നേ. കണ്ടോ, ഈ ഉദരത്തിനകത്തിരിക്കുമ്പോഴേ അനുഗ്രഹിച്ച് അങ്ങോട്ട് വിട്ടത്. സ്തോത്രം. 5 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. ഇടയ്ക്ക് ഞാൻ കട്ടായി പോവുകയും കൂടെ ചെയ്തില്ല, അപ്പൊ ആ ടൈം കൊണ്ട് ഞാൻ എടുക്കണ്ടേ. സ്തോത്രം. ഓക്കെ, അത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നോക്കി ഒരു കുഴപ്പമില്ല. ഞാൻ ആ ഗൗരവമുള്ള കാര്യം പറഞ്ഞപ്പോ എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. എന്റെ തൊട്ടടുത്താണ് ഇതേ വൈഫൈ ഇരിക്കുന്നത്, പക്ഷെ എന്നിട്ട് നെറ്റ് പോയെന്ന് പറഞ്ഞ് എങ്ങനെ നോക്കും? പോട്ടെ, എല്ലാം ടെക്നിക്കൽ ആണല്ലോ, അല്ലേ? ഓക്കെ, നമ്മള് മറ്റേ പുള്ളിയുടെ കാര്യം പറയുന്നില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ അങ്ങനെ പോകുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കൂ, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത ഇസഹാക്കിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് എന്ന് മാത്രമല്ല, ദൈവം അവനെ അങ്ങ് അനുഗ്രഹിച്ചു. കാരണം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചല്ലോ. ഇപ്പൊ നമ്മൾ 11 വാക്യത്തിൽ വായിച്ചു, ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹം ഇങ്ങനെ ലിങ്കായിട്ട് വരിക ഇസഹാക്കിലൂടെ വന്നു. അപ്പോ ഇസഹാക്കിന്റെ, ഇനി സമയം പോയി, പിന്നെ പറയാനിരുന്നാണെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾക്കറിയാമോ, ഈ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഇങ്ങനെ ആ ജീനിയോളജി വന്ന് അവസാനം ബോവസ്, ഇശായി, ദാവീദ്, യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വംശാവലി വല്യപ്പച്ചന്മാരായിട്ട് വരുന്നവരാ. എനിക്കൊന്നും ഒരു സുഖം തോന്നില്ലല്ലേ? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോഴേ
ഉണ്ടോ? ആ ജീനിയോളജി വരുന്ന വരവ് കണ്ടോ? എവിടം വരെ അത് പോകുന്നെന്ന്. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വല്യപ്പച്ചന്മാരായി നിൽക്കാൻ, വല്യപ്പച്ചന്മാർ, വല്യപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ലോ അല്ലേ, വല്യപ്പച്ചന്മാർ എന്നുള്ള രീതിയിലേക്ക് വരിക. ഏതുമാകട്ടെ, ഞാൻ പറഞ്ഞത് അത് വരാതിരിക്കാൻ, വാഗ്ദത്ത സന്തതി ഏതിൽ മുഴങ്ങിയ ദൈവിക വാഗ്ദത്തിന് നിവൃത്തി നടക്കാതിരിക്കാൻ, കണ്ടോ, ആ വംശാവലി പുറത്തു വരാതിരിക്കാൻ അവിടെ മുതൽ പിശാച് പണി തുടങ്ങി. സാറയുടെ ഗർഭപാത്രം അടച്ചു, റിബേക്കയുടെ ഗർഭപാത്രം അടച്ചു, റാഹേലും അങ്ങനെ തന്നെ. നിങ്ങൾ നോക്കിക്കേ, വാഗ്ദത്ത സന്തതി പുറത്തു വരാതിരിക്കാൻ പിശാച് ഇതെല്ലാം അടച്ചെങ്കിലും ദൈവത്തിന്റെ പദ്ധതി വലുതായിരുന്നു. ആ ഒരു ദൂത് പറഞ്ഞാൽ ഞങ്ങൾ അവസാനിപ്പിക്കാം. നിന്നിലൂടെ നടക്കാതിരിക്കാൻ പിശാച് അടച്ചു വെച്ചതിനെയെല്ലാം തുറന്നു കൊണ്ടുവരുവാൻ ദൈവമായിട്ടൊരു ഉടമ്പടിയിൽ വരാമെന്നുണ്ടെങ്കിൽ കേവലം തീരുമാനമെടുത്തു പോകാതെ ദൈവമായിട്ടൊരു ഉടമ്പടിയിൽ വന്ന കരാറിൽ ഒപ്പിടാമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ്, പ്രാർത്ഥനകൾക്ക് മാത്രമല്ല, അടഞ്ഞ വഴികൾ ദൈവം തുറക്കുകയും ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി നിന്റെ എണ്ണത്തിന് ഒത്തവണ്ണമല്ല, അതിനപ്പുറത്തായി ദൈവിക പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിനക്ക് അവസരമൊരുക്കും. ഇസഹാക്കിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. റിബേക്കയുടെ ഗർഭപാത്രം ദൈവം തുറന്നത് മാത്രമല്ല, ഒരു പൈതലിന് പകരം 2 എണ്ണത്തെ ഒരേ സമയം ഉദരത്തിനകത്ത് ദൈവം കൊടുത്തവളെ അനുഗ്രഹിച്ചു. വിശ്വസിക്കാമോ? ദൈവമായിട്ടൊരു ഉടമ്പടിയിലേക്ക് വാ. നടക്കുകയില്ലെന്നും സംഭവിക്കില്ല എന്നുമൊക്കെ പറഞ്ഞ് ഒതുക്കി വെച്ച മുഴുവൻ വഴികളും തുറന്നുകൊണ്ട് നിന്റെ ചിന്തയ്ക്കപ്പുറമാണ് ദൈവപ്രവൃത്തി ചെയ്തെടുക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പക്ഷെ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഗൗരവമായ വിഷയത്തിലുള്ള പോയിന്റിൽ മാത്രമേ ഒക്കൂ. സമയം പോലും ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കട്ടെ. വളരെ സീരിയസ് ആയിരിക്കുക, വചനത്തിന്റെ ഗൗരവം വിട്ടു പോകാതിരിക്കുക. ദൈവത്തെ പ്രതിദാനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ തലമുറയും ആസ് സ്പിരിച്വൽ ലെവലിലേക്ക് വരും. ദൈവപ്രവൃത്തി കാണണമോ? ദൈവം ആ ഉടമ്പടിയിൽ വന്ന് നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ആ പ്രവൃത്തി കാണാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ തീരുമാനങ്ങൾ മാറ്റിയിട്ട് ഉടമ്പടിയിൽ നാം നിന്ന് ദൈവപ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.